ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ, മറ്റിവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ ഇവിടെ സമ്മേളിച്ച ഈ നാട്ടിലും ഇതിൻ്റെ ചുറ്റുപാടുള്ള ഈ ഇവിടുത്തെ സ്ഥാപനത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ, സ്നേഹനിധികളായ മുത്താലിമ്യങ്ങൾ, ബഹുമാനമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രയാസപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ആലോചിച്ച് മാത്രമേ കേൾക്കാറുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാവ്യാവുന്നത് നന്ദിയിലാണ്. അത് നന്ദിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുമ്മയായിരുന്നു അവിടുത്തെ കാവ്യ. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം നന്ദി ജമാഅത്ത് കമ്മിറ്റി എന്നോടത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞ വായിക്കാൻ പല പ്രാവശ്യം മടിച്ചു നിന്നു. പിന്നെ നിർബന്ധമായി ആവശ്യപ്പെടൽ 2-3 വട്ടം ആവർത്തിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം മഹാനാവുന്ന ഷെയ്ഖുനാനൊന്ന് സിയാറത്ത് ചെയ്യട്ടെ, മറ്റൊന്ന് ഇസ്തിഖാറത്ത് ചെയ്യട്ടെ. അങ്ങനെ ഷെയ്ഖുനാനെ സിയാറത്ത് ചെയ്തതിന് ശേഷം ഒരു പ്രതികൂലമായ ഒരു ജവാബ് കിട്ടരുതെന്ന് പറഞ്ഞു. അനുകൂലമായിട്ട് കിട്ടണമെന്നില്ല, അത് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ഒരു പ്രതികൂലമായ ഒരു തോന്നിപ്പിക്കൽ ഉണ്ടാവരുത്. അപ്പോൾ പ്രതികൂലമായ തോന്നിപ്പിക്കലൊന്നും ഉണ്ടാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇസ്തിഖാറത്ത് ചെയ്ത് നോക്കിയപ്പോൾ 1-2 വട്ടം ചെയ്തു നോക്കി. അപ്പോഴൊക്കെ അത് വ്യക്തമാണില്ല. 3-ാമത്തെ പ്രാവശ്യം ഒരു നല്ല സൂചന ലഭിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ അത് ഏറ്റെടുത്തത്. എൻ്റെ ആദ്യത്തെ ഖാലിസ്ഥാൻ അത് ഏറ്റെടുക്കുക. അതിൻ്റെ മുമ്പ് ഒരു ഖാലിസ്ഥാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ദർസിൽ നിന്നപ്പോൾ കൊടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കാവ്യ മുദരീസൊക്കെ വന്നാണ്. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഖുതുബ ഏറ്റത്. പിന്നെ ഞാൻ എവിടെയോ ഖുതുബ ഒന്നും എവിടെയോ ഓതലില്ല, ഏൽക്കലുമില്ല. എനിക്ക് ദർസ് മാത്രമേ ഏൽക്കലുള്ളൂ. അന്ന് ആദ്യത്തെ കൊല്ലമാകുമ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് കിട്ടണ്ടേ. അപ്പോൾ ഖാലിസ്ഥാനും ഖുതുബ എല്ലാം കൂടിയേ തീരുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഏറ്റതാണ്. പിന്നെ ഞാനതൊക്കെ അവിടുന്ന് ഞാനത് ഒഴിവാക്കി പോവുകയും ചെയ്തു. ആ ഒരു വർഷം അവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ വേറെ ആരെയും ഏൽപ്പിച്ചാൽ എനിക്കാവില്ല. പിന്നെയാണ് ഞാൻ ഈ നന്ദിയിൽ ഖാലിസ്ഥാനിൽ. അതിന് ശേഷമാണ് ഇപ്പൊ ഏകദേശം ഒരു 500-ഓളം മഹല്ലുകൾ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും. പിന്നെ ചിലപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ടാവും. നമ്മളെ 2 സുന്നികളുണ്ടല്ലോ, അപ്പൊ അവര് 2 സുന്നികൾക്കും ഞാനാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പല സ്ഥലത്ത് വെച്ചത്. പിന്നെ കാഞ്ഞങ്ങാട് സംയുക്തമായത്, പള്ളിക്കാട് സംയുക്തമായത്, കോട്ടിക്കുളം സംയുക്തമായത് എന്നൊക്കെ പറയുന്ന ആ സംയുക്തമായത്, മഞ്ചേശ്വരം സംയുക്തമായത്, ഇങ്ങനെ 70, 80, 40, 35 കുറെ സംയുക്തമായതുകളുണ്ട്. അതൊക്കെ പിന്നീട് പലപ്പോഴായിട്ട് ഇതൊക്കെ ഏൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ചില കാഞ്ഞങ്ങാട് സംയുക്തമായതിന് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം മറുപടി കൊടുത്തേനെ. അപ്പൊ എനിക്കത് വലിയ പ്രയാസമുള്ള സംഗതിയാണ് ഇത് ഏൽക്കുക എന്നുള്ളത്. എന്താന്ന് ചോദിച്ചാൽ, മുൻഗാമികളാവുന്ന മഹാന്മാരൊക്കെ അവരെ ഖാലിസ്ഥാനം നൽകപ്പെടാൻ വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ ചിലർ മരിച്ചു കിട്ടിയാൽ വേണ്ടി ഞാൻ വരുന്നവരുണ്ട്. ചില ആളുകൾ രാജ്യം വിട്ടുപോയവരുണ്ട്. വലിയ മഹാന്മാരാവുന്ന മശായിഖന്മാര്, വലിയ പണ്ഡിതന്മാര്, നമ്മളെ മാതിരിയുള്ളവരൊന്നും അല്ല, വലിയ ആളുകൾ. ഈ ഇതിന് ഒഴിഞ്ഞിരിക്കണവരാണ് അധികം ആളുകൾ. കാരണം ഒന്ന് നമുക്കറിയാലോ, ഈ ലോകത്ത് ഖാദിമാരോ ഓരി വെച്ച് നോക്കിയാൽ ഇന്ന് 2 വിഭാഗം നരകത്തിലാണെന്നാണ്, 1 വിഭാഗം സുഖത്തിലുള്ളൂ. അപ്പൊ 3-ൽ 2 കോരി നരകത്തേക്ക് പോട്ട് 1 കോരി സുഖത്തേക്ക് വരണുള്ളൂ. അപ്പൊ അത് വലിയൊരു വിഷയമാണ്. ഒരു കാവ്യ ആയിട്ടാണ് നരകത്ത് പോവാന്ന് പറഞ്ഞാൽ പിന്നെ ആ സംഗതി ഏൽക്കണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കല്. അതുകൊണ്ടാണ് അത് ഏൽക്കുമ്പോൾ അത് ഹൈറായ നിലക്ക് നിന്ന് പോരാൻ കഴിയുമോ. അപ്പം കൊടുത്തോ. ഈ 100-100 ജില്ലാ മഹല്ലുകളിലെ ഖാലിസ്ഥാനം ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ആകെ 25 സ്വീകരിച്ചത്.
കാരണം മറ്റതൊക്കെ ഇസ്തിഹാദത്ത് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ലതല്ലാന്ന് തോന്നുമ്പോഴേ ഹൈറില്ലാന്ന് മനസ്സിൽ നമുക്ക് അള്ളാന്റെ അടുത്ത് വയ്യനെ പറയാൻ കഴിയില്ല. ഒന്ന് രണ്ടാമത് നല്ലൽക്ക് നിന്ന് പറയാനും കഴിയണല്ലോ. ഇത് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട ഒരു സംഗതിയല്ല ഖാലിസ്ഥാനം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് വലിയ കാവി ശിഹാബുദ്ദീൻ മിച്ചുകോയ തങ്ങൾ മരിച്ചപ്പോൾ അവരെ പഴയ റെക്കോർഡ് പരിശോധിച്ച് നോക്കിയാൽ മിനിറ്റ്സ് പരിശോധിച്ച് നോക്കിയാൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളെ ഞങ്ങൾ കാവിയായി നിശ്ചയിച്ചു എന്നാണ്. എന്നിട്ട് അവര് 7 അംഗങ്ങൾ ആളുകളുണ്ട് അതിൻ്റെ. അവര് ഇന്നെ വയസ്സനാഞ്ചി അടക്കമുള്ളവർ അന്ന് അവരെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഞാൻ അവിടുന്ന് കഴിച്ചു. പവാണി റൂസ് നടക്കുന്ന സമയത്ത് അതിന്റെ വിൻഡ്രസ്റ്റ് കാണിച്ചു തന്നു, അത് ഏൽക്കണം. ഞാനത് ഏറ്റിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ ഇസ്തിഹാദത്ത് ചെയ്തിട്ട് പറ്റൂന്ന് ഏൽക്കാണ്. അപ്പൊ ഞാനിതിന്റെ വയ്യാലങ്ങനെ പോകാനില്ല. പിന്നെ കുടുങ്ങുമ്പോള് മഹാന്മാരൊക്കെ മുമ്പ് അങ്ങനെയാണ് ഏറ്റത്. നമ്മളത് ഏറ്റിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അനർഹരുടെ കയ്യിലേക്കൊക്കെ പോകുന്ന കാണുമ്പോൾ അപ്പോഴത് ഏൽക്കല് ഒരു ആവശ്യമായ ഒരു ഘട്ടമായി. അപ്പോൾ ഇതൊരു വലിയൊരു മുൾക്കീടെന്ന് പറയാലോ, പ്രയാസകരമായ ഒന്നാണ് ഖാലിസ്ഥാൻ ഏൽക്കാന്ന്. മൻ മുല്ലിയൽ ഫഖദ് ദുബിയ ബിഗൈരി സിക്കി എന്ന. ഞാൻ പണ്ടൊക്കെ പരിന്ന് ഖാലിസ്ഥാൻ ഏൽക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്നത് എന്നെ അറക്കാൻ കൊണ്ടുപോവുകയാണെന്നാ പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ എൻ്റെ പെണ്ണുങ്ങൾക്ക് പേടിയാണ്. കാരണം ഓരോരുത്തരെ കൊണ്ടുപോയി ആത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട് മുമ്പ് ശേഖരനൊക്കെ അടച്ച റബ്ബങ്ങൾ പോണ്ടെന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒന്നും അറക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു പോകില്ലല്ലോ മുപ്പത്തേരും. അതിങ്ങനെ പിന്നെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തു, ഈ ഖാലിസ്ഥാനത്തിന് പോകുമ്പോഴൊക്കെ അറക്കാൻ കൊണ്ടുപോകണമെന്ന് പറയുന്നത് മൻ വലിയ ഫഖദ് ദുബിയ ബിഗൈരി സിക്കി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരാൾക്ക് ഖാലിസ്ഥാനം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാല് അവനെ ഫഖദ് ദുബിയ ബിഗൈരി സിക്കി, കത്തില്ലാതെ അറക്കപ്പെട്ടു എന്നാണ്. അപ്പൊ കത്തില്ലാത്തൊരു അറിവുകൾ നടത്തിയെന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥാനത്തിന്റെ ഒരു പ്രയാസകരമായ ഒരവസ്ഥയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അത് എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിന്ന് പോരാൻ കഴിയണം. ഖവാദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയാം, അത് ഒരു ഹുക്കുമിനെ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, ഇൽഹാറുൽ ഹുക്കും അതിന്റെ പുറത്ത് പോയി ഇംലാഉഹൂന്ന. ഒരു പണ്ഡിതനോട് ഒരു ഫത്വ ചോദിക്കപ്പെട്ടാൽ ഓന ഫത്വ പറഞ്ഞാൽ മതി, നടപ്പിൽ വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ സമസ്തയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അത് സമസ്തക്ക് ഒരു ഫത്വ കമ്മിറ്റി ഉണ്ട്. അത് ഞങ്ങൾ കൂടി തീരുമാനിച്ച് ആ ഫത്വ എഴുതി കൊടുക്കും. ഇനി സ്വന്തമായും പല ചോദ്യങ്ങളും പലപ്പോഴും വരുന്നുണ്ട്. അതിന് സ്വന്തമായിട്ട് എഴുതി കൊടുക്കും. അതാണ് ഒരു മുഫ്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ഫത്വ ചോദിക്കപ്പെട്ടാൽ ആ ഫത്വക്ക് ആ ചോദ്യത്തിനനുസരിച്ച് അതിന് മറുപടി പറഞ്ഞാൽ മതി. അത് എങ്ങനെ ചോദിച്ചതനുസരിച്ചായിരിക്കും അതിന് മറുപടി പറയുക. അത് എന്നോട് ചോദിച്ച രൂപത്തിലാവില്ല മറ്റൊരുത്തനോട് ചോദിക്കുന്നത്. അപ്പൊ അയാളെ മറുപടിന്റെ മറുപടിയും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. കാരണം ചോദ്യം നമ്മൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ പല ആളുകളും തൊലാഖ് എല്ലിയ പലരും ഉണ്ടാവും. ഈ തൊലാഖ് എല്ലിയത് ഒരു കൊല്ലിയെടുത്ത് പോയി ചോദിക്കുമ്പോൾ അയാൾ തൊലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് പറയും. വേറൊരിടത്ത് പോയപ്പോൾ സംഭവിച്ചിരിക്കുന്നു പറയും. അത് ചോദിച്ചത് എങ്ങനെ അതനുസരിച്ചായിരിക്കും മറുപടി ഉണ്ടാവും. അപ്പൊ അതൊരു ഫത്വ ചോദിക്കപ്പെട്ടാല് ഒരു ആലിമിക്ക് ആ ഫത്വക്ക് മറുപടി പറഞ്ഞാൽ മതി. പറഞ്ഞ മറുപടി അനുസരിച്ച് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തം അയാൾക്കില്ല. എന്നാൽ ഖാദിമാരുടെ ഉത്തരവാദിത്തം അങ്ങനല്ല. അത് ഇന്നത്തെ ഖാദിമാർക്ക് അത് കഴിയൂല. കാരണം എന്തുകൊണ്ട്, നമ്മളൊപ്പം പോലീസോ പട്ടാളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമൊന്നും ഏൽപ്പിക്കണ ഖാദിമാരല്ല. എന്ന് മാത്രമല്ല, മുമ്പ് ഖാദിമാരെ ഫസ്റ്റ് ചെയ്താൽ അത് കോർട്ടൊക്കെ അംഗീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഖാദി ആക്ട് പ്രകാരം നമ്മളെ ഫസ്റ്റ് ഒന്നുമല്ല അംഗീകരിക്കൂല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൂല. പിന്നെ ശരഈആയ നിലക്ക് ആ പെണ്ണിന് ഭർത്താവുമായിട്ടുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിന്റെ വിധി മാത്രം പോരാ.
ഒരു ഹാദി മുഖേന ഫസ്റ്റ് ചെയ്ത് ഒഴിവാവണം, ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. അപ്പൊ അതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങൾ എന്താന്നുള്ളത് അറിയണം, അതനുസരിച്ച് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. അപ്പൊ എന്നാൽ തന്നെ ആ ഫസ്റ്റ് ഗവൺമെന്റ് എന്നത് കോടതി ഒന്നും വില വെക്കൂല, അങ്ങനത്തെ അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ കാവ്യാക്ഷ. നേരെ മറിച്ച് നമ്മൾ അത് കോർട്ടിൽ പോയി അതിന് ഒരു വിവാഹമോചനോ അല്ലെങ്കിൽ വിവാഹമോചനത്തിനുള്ള അനുമതിയൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചാൽ കാവടി ഫസ്റ്റ് ചെയ്തതനുസരിച്ച് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ അള്ളാന്റെ അടുത്ത് കുറ്റക്കാരാവില്ല. പക്ഷെ കാവടി ഫസ്റ്റ് ചെയ്ത മാത്രം രേഖ നമ്മളെ കയ്യിലിട്ടതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ പെണ്ണിനെ നമ്മള് ആദ്യ ഭർത്താവ് ഞാൻ തൊലാക്ക് ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞയാൾ കേസ് കൊടുത്താൽ ഈ കെട്ടിച്ചു കൊടുത്ത വാപ്പാക്കും കേസാവും, നിക്കാഹിന് കാവ്യത്ത് നൽകിയവർക്കൊക്കെ കേസുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോർട്ടിൽ തന്നെ ആ സംഗതി ശരിയാക്കണം. അപ്പൊ ഇന്നത്തെ കാലത്ത് കാവ്യനെ സംബന്ധിച്ചിടത്തോളം ഹാൽ കവാഹു ഇഫ്താവും സിയാദത്തും എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. കവാഹ് എന്നുള്ളത് ഇഫ്താവും, ഒരു ഫത്വ കൊടുക്കണ ഒരു ഹുക്മ പറഞ്ഞു കൊടുക്കാൻ കഴിയണം കാവ്യക്ക്. പിന്നെ സിയാദത്തിന് അതിന്റെ അപ്പുറം ചില സംഗതികളുണ്ട്. അതാണ് ഇദ്ഹാറുൽ ഹുക്കും ഇംളാഉഹു. ഒരു വിധി പറയും വേണം, ആ വിധിനെ നടപ്പിലാക്കും വേണം. അപ്പൊ അതാണ് കാദിന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണ്. പക്ഷെ നടപ്പിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പഴയ കാലത്ത് മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് ഭരണാധികാരികളായിരിക്കും കാദിമാർ നിശ്ചയിക്കുന്നത്. കാദിമാർ നിശ്ചയിക്കുമ്പോൾ കാദിക്ക് സ്വന്തമായിട്ടൊരു ജയില് അന്ന് ഭരണാധികാരികള് സംവിധാനിച്ചു കൊടുക്കും. ഒരു കാദിന്റെ ഒരു ഹൗസ് ഉണ്ടാവും, അതിനോടനുബന്ധിച്ച് ജയിലുണ്ടാവും. കാദിന്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ ആരെങ്കിലും വിസമ്മതിച്ചിരിക്കുകയാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുവരാൻ പോലീസും പട്ടാളമൊക്കെ കാദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല സംവിധാനങ്ങളും മുസ്ലിം ഭരണത്തിന്റെ ഭരണമുള്ള രാജ്യങ്ങളിൽ മുമ്പ് കാലത്തൊക്കെ ഉണ്ടായി. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾക്ക് കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊന്നും നടപ്പിൽ വരുത്താൻ ചിലതൊന്നും അങ്ങനെ അതിന് അർഹതപ്പെട്ട ആളുകളെ കാണുന്നില്ല. അപ്പോ ഇന്നിപ്പോ കാദിക്ക് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ കഴിയില്ല. പിന്നെ നടപ്പിൽ വരുത്താന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മഹല്ലത്തുകാർ സഹകരിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരാളെ മേലിൽ നമ്മളൊരു വിധി പറഞ്ഞാൽ ആ വിധി അനുസരിച്ച് നിൽക്കുന്ന നമുക്ക് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ സഹകരണത്തിനും ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് കാദിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസം ഉറപ്പിക്കൽ മാത്രമല്ല, അത് ഇപ്പോ ഒരു പെണ്ണിക്ക് അതിൽ നിന്ന് ചിലതാണ് ഞാൻ പറയുന്നത്. ഒരു പെണ്ണിനക്ക് അവളെ കുടുംബപരമായുള്ള വിവാഹം ചെയ്തു കൊടുക്കേണ്ട ആളുകളൊന്നും ഇല്ലാതെ വേറെ ഉള്ള വകുപ്പ് ഇപ്പൊ ഇല്ല. എന്ന് പറഞ്ഞ അടിമത്തത്തിയ ഭാഗത്തിൽ കൂടിയുള്ള ഒരു ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നസബന്റെ ഭാഗത്തിൽ നിന്നുള്ള വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റിയ ആളുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കാദിക്കാണ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം. അല്ലെങ്കിൽ ഒരു പെണ്ണിക്ക് വാപ്പ ഉണ്ട് എന്ന് വെക്കാം, അയാൾ 2 മറുഹാല അപ്പുറത്താണ്. അതല്ലെങ്കിൽ അയാൾ ഞാൻ ചെയ്തു കൊടുക്കൂല എന്ന് അയാൾ വാശി പിടിച്ച് അയാൾ ഇതിന് വിലങ്ങി നിന്നാല്, അതല്ലെങ്കിൽ അയാൾ വീര്യം പൊളിപ്പിച്ചു, മനസ്സിലായി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വരണിട്ടില്ല. അങ്ങനെയുള്ള ചിലന്മാരെ വാപ്പാരെ തീർത്ത് കഴിഞ്ഞാൽ കല്യാണത്തിന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വിളിച്ചാലും ഓൻ വരാന്ന് ശിപ്പം. അപ്പൊ അവളെ കെട്ടിക്കണമല്ലോ, അത് കാദിക്ക് അതിന് അധികാരമുണ്ട്. ചിലപ്പോ ഓന് ഒളിച്ചിക്കും, ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഒളിച്ചിക്കണം. അപ്പൊ ഒളിച്ചിക്കണം. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ അങ്ങനെ ഒരുപാട് ഞാനിപ്പോ ആ മസാലിനെ കൂടി പറയല്ല. അങ്ങനെ കാദി ഇന്നും കാദി കൈകാര്യം ചെയ്യണ്ടേ, അതായത് പൂർണ്ണ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത കാദികളാണ് ഇന്നത്തെ കാദികള്. ഒരു കാദിക്ക് ഉണ്ടാവേണ്ട നിബന്ധനകളൊന്നും ഇല്ലാത്തവരാണ് ഇന്നത്തെ കാദി. ഞാനടക്കമുള്ളവരങ്ങനത്തെ. പക്ഷെ അങ്ങനത്തെ ഒരാളെ നമ്മൾ കാദിയായി നിശ്ചയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ആ തൗരിയത്ത് അത് സഹിയാവും. അദ്ദേഹത്തിന്റെ ഹുക്കുമുകളൊക്കെ അത് അദ്ദേഹം ചെയ്താൽ അതും നടപ്പിൽ വരുത്തപ്പെടാൻ പറ്റും. പക്ഷേ കാദിക്ക്
ഇന്ന് അവശേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുപോലത്തൊക്കെ. ഇതൊക്കെ വളരെ, എന്നാലും അത് വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതികളായിരിക്കും ചിലതൊക്കെ. അപ്പൊ ഞാൻ ഈ കാവ്യാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കില്ല, ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം, ആ വിഷയം പഠിച്ചതിന് ശേഷം മാത്രം. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ പ്രഗത്ഭനായ ഒരാളില്ലാത്തതുകൊണ്ടല്ല, സീതരവിതാരിണി ഇതിനൊക്കെ കഴിവുള്ള പ്രഗത്ഭനായ ഒരാളാണ്. നിങ്ങൾ വേറെ എന്നെ കൊടുത്ത് ഇവിടെ കാവ്യാക്കേണ്ട ആവശ്യമില്ല, മുമ്പേ തന്നെ ആക്കിയാലും മതി. അപ്പൊ അവരോട് ബന്ധപ്പെട്ടാൽ അവർ ഞാനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ കാവ്യ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടാൽ അപ്പൊ അതിന് അനുയോജ്യമായ നിലക്കുള്ള തീരുമാനങ്ങളും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഉറപ്പുവരണം. അതാണ് ഇപ്പൊ ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ, ഞാൻ പറഞ്ഞല്ലോ, പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അവര് ചൊർക്കുള്ള ഒരു പേരിന് വേണ്ടി ഏൽക്കുന്ന ഒരു സംഗതി അല്ലത്. ഇത് എവിടെ ആവശ്യപ്പെട്ട് പോയി ചോദിച്ചു വാങ്ങേണ്ട ഒരു സംഗതിയല്ല ഇത്. ഇത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അത് നമ്മൾ ഇത് ഏറ്റെടുത്താൽ എല്ലാ നിലക്കുള്ള ഹൈറും ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾക്ക് അത് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ചില മാർഗങ്ങൾ ഇസ്ലാമിലുണ്ട്. ആ മാർഗങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിത് എല്ലായിടത്തും ഏൽക്കരുതെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. പലതും വരുന്നത് കുറെ ഞാൻ തള്ളിക്കളയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കോഴിക്കോട് വലിയ ഖബറിസ്ഥാനം. എന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ്, എന്നെ അവർ തീരുമാനിച്ചതാണ്, അവരുടെ ഇൻട്രസ്റ്റിൽ അങ്ങനെ ഉണ്ടായത്. ഞാനത് ഏറ്റിട്ടില്ല. അപ്പൊ ഞാനത് ഇത് തന്നെ സൈദലിദാരിമിനോട് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ആദ്യമൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞില്ല. പിന്നെ പറഞ്ഞാൽ ഇസ്തിഹാത്ത് കേട്ടെ. പിന്നെ നമ്മള് മശായിഖന്മാരിലൊക്കെ പാർട്ടിയൊക്കെ പോകും. ഒരു ഇതില്ലാത്ത ഒരു മറുപടി നമുക്ക് വരിക, അല്ലെങ്കിൽ തോന്നിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഏൽക്കടയിൽ എന്ന് പറഞ്ഞാൽ ഈ മഹലിൽ സൈദാരി പറഞ്ഞതുപോലെ അവർ ദർസ് ഏറ്റെടുക്കണ ആ കാലഘട്ടം മുതൽ ഞാൻ ഈ മഹലിൽ വല്ലുണ്ട്. ഇവിടെ പറയപ്പെട്ടല്ലോ ബഹുമാനപ്പെട്ട അദ്വ കുട്ടി അജി അടക്കമുള്ള ആളുകൾ, അദ്ദേഹമൊക്കെ അന്ന് ഇതിനു വേണ്ടി ഓടി നടന്നിരുന്നത് ഈ മഹലിന്റെ ഈ ദർസിന് വേണ്ടിയും മറ്റുള്ള കാര്യത്തിനൊക്കെ. അത് എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരെ കൂടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കുള്ള ഖബറുകളൊക്കെ സുഖഭൂമാനായി കൊടുക്കട്ടെ. അവരെ ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ.